ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഐ ഹോപ്പ് ന്യൂ മൂൺ എല്ലാവരും ഒന്ന് കടന്നു കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് യൂണിവേഴ്സിന് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ്, നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. വളരെ കുറച്ച് കാർഡ്സ് എടുത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് സോർഡ്സ്, ഓക്കെ, 4 ഓഫ് കപ്സ്, ജസ്റ്റിസ്, ജഡ്ജ്മെന്റ്. ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഓക്കെ ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്വീൻ ആയിട്ട് എടുക്കണ്ട, കിങ് ആയിട്ടായാലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ലേഡീസ് ആവാം, ജെൻസ് ആവാം, മാറി മാറി എടുക്കാം. സോ നിങ്ങൾ പക്ഷെ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന പോലെയാണ്. നിങ്ങളിന്ന് ഫൈറ്റ് ചെയ്യാനേ എന്ന് ഞാൻ പറയുന്നില്ല, ആരോടെങ്കിലും ഫൈറ്റ് അങ്ങനെ രീതിയിലല്ല, പക്ഷെ നിങ്ങളുടെ ഒരു പവറിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾക്ക് നമ്മൾ നേരെ വാ നേരെ പോ, അത്ര നിങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നിങ്ങൾ തുറന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. തുറന്ന് പറയുന്നുണ്ടാവും ഇന്നത്തെ ദിവസം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നത്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് കണ്ടാൽ, ഓക്കെ, അല്ലെങ്കിൽ അന്യായം കണ്ടാൽ എന്ന് പറയാം. ഓക്കെ, അന്യായം കണ്ടാൽ ഒക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ആണ്, ആക്ച്വലി നല്ല കാര്യമാണ്. ചില സമയത്ത് അത് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യും. ബിക്കോസ് ഐ തിങ്ക് ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഏത് സിറ്റുവേഷനും ആവാം. നമ്മളിത് ജനറൽ റീഡിംഗ് ആണ് എടുക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഉള്ള കാര്യങ്ങളായിരിക്കാം, വീട്ടിലുള്ള കാര്യങ്ങളായിരിക്കാം, ഫാമിലിയോട്, റിലേഷൻഷിപ്സിൽ, മക്കളോടാവാം, ഫ്രണ്ട്സിനോടാവാം, ആരോട് വേണമെങ്കിൽ ആയിക്കോട്ടെ, കൊളീഗ്സിനോടാവാം. ഓക്കെ, അതായത് നിങ്ങൾ ജോലി സ്ഥലത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഈക്വലായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളിട്ട എഫേർട്ടിന് നിങ്ങൾക്ക് തിരിച്ച് കിട്ടേണ്ട പ്രൊമോഷൻ, അല്ലെങ്കിൽ സാലറി ഇൻക്രീസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് റെസ്പെക്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്ത കാര്യത്തിൻ്റെ ഒരു റെസ്പെക്ട് അത് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും എല്ലാം നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് എല്ലാം നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എവിടെയായാലും. ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്കത് നിങ്ങൾക്കത് മതിയാവാൻ തുടങ്ങി. ആൻഡ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങളുടെ ഒരു പവർ ഉണ്ട്, നിങ്ങളുടെ ഒരു പവർ പോട്ടെ, വാല്യൂ ഉണ്ട് നിങ്ങളുടെ, അല്ലെ? എല്ലാവർക്കും അവനവൻ്റെ ഒരു സെൽഫ് റെസ്പെക്ട്, സെൽഫ് വാല്യൂ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്തു ദാറ്റ് ലൈക്ക് ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മൾ ശരിക്കും ഇതിനൊരു ഗെറ്റിംഗ് ക്രംസ് എന്ന രീതിയിൽ പറയാം. അതായത് ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ പൊടി താഴെ വീഴുക, അതാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയില്ലേ, ആ രീതിക്കുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്കിനി ബ്രെഡ് ക്രംസ് പറയും. എന്താണ് ഗെറ്റിംഗ് ബ്രെഡ് ക്രംസ് എന്ന രീതിയിലാണ് ഇംഗ്ലീഷിൽ പറയാം. അതായത് ബ്രെഡിനെ പൊടിക്കുമ്പോൾ, ബ്രെഡിനെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് പൊടി താഴെ വീഴുന്നത്, അത് മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതല്ല നിങ്ങൾ അർഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഐ തിങ്ക് അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഞാനും ഇടുന്ന എഫേർട്ടിന് എനിക്ക് അതേപോലെ എനിക്ക് കിട്ടണം എന്ന രീതിക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾ ആരുടെയും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് നല്ലോണം അത് ഐ തിങ്ക് വേദന കൊണ്ടാണ്, വിഷമം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളൊരു ദേഷ്യം ആയിട്ടല്ല. ഓക്കെ, നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിൽക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ ഈക്വലായിട്ട് തരുന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ലാതെ അതിൽ കുറഞ്ഞതൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത് കാണാം. ആൻഡ് ആ തീരുമാനം വളരെ കറക്റ്റാണ്. കാരണം അതിവിടെ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റുമാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ന്യായം വരുന്നു നിങ്ങളുടെ ഭാഗത്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവനവന് വേണ്ടി പൊരുതാൻ തുടങ്ങിയിട്ടുണ്ട്, അതൊരു കാര്യം. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഫലം, റിസൾട്ട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ജസ്റ്റിസും നമ്മൾ ചെയ്യുന്നതിൻ്റെ ന്യായം എന്ന രീതിയിൽ പറയാം. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾക്ക് പറ്റിയ പോലെ നിങ്ങളെ ആൾക്കാർ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ,
അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല. നിങ്ങൾ വേറെ ആരും ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ വലുതൊക്കെ സോപ്പിടാനൊക്കെ ശ്രമിച്ചാലൊന്നും നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ഓക്കെ, ഇപ്പോൾ ഓഫീസിലൊക്കെ ബാങ്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഓഫീസിലൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ തൽക്കാലം ഓക്കെ നിനക്ക് പ്രൊമോഷൻ തരാം എന്ന് പറഞ്ഞ് ഇപ്പം ഇതിങ്ങനെ ചെയ്യുക, അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോഷൻ തരാം എന്ന രീതിയിലൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്നും സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നെഗറ്റീവ് കാർഡാണ് പറയുക. ബട്ട് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്കിത് കുറച്ചൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് മാത്രമാണ് നിങ്ങൾ സ്വീകരിക്കാൻ, നിങ്ങൾ അപ്പോഴേ നിങ്ങൾ തയ്യാറാവുള്ളൂ എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഹാർഷാവേണ്ടി വരും. ഓക്കെ, ഒന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് വല്ലതൊക്കെ പറയേണ്ടി വരുമായിരിക്കാം, റിയാക്ട് ചെയ്യേണ്ടി വരുമായിരിക്കാം. ബട്ട് ഇവിടെ അതിനുശേഷം എന്തായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ജസ്റ്റ് മേ ബി ഓൾറെഡി നിങ്ങളിത് ചെയ്ത് കാണാം കേട്ടോ. ഇത് പാസ്റ്റിൻ്റെ എനർജി ആയിട്ട് എടുക്കാം. പാസ്റ്റ് മീൻസ് ഈ അടുത്ത കാലത്തിലേക്ക് 1-2 ദിവസത്തിൻ്റെ ഇടയിൽ, കഴിഞ്ഞ ആഴ്ചയുടെ ഇടയിൽ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ന്യായമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പറയാം. ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറയാം. അതേപോലെ ന്യായം നിങ്ങൾക്ക് വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ശരിക്കും ഒരു പുതിയൊരു ഓഫർ വരുന്നുണ്ടെന്ന് പറയാം. ആ പുതിയ ഓഫർ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വേറെ ജോലി, നിങ്ങൾക്ക് ബെറ്റർ ജോലി ചിലപ്പോൾ വരുന്നതായിരിക്കും. കാരണം ഇവിടെ 4 of Wands ഉണ്ട്, King of Pentacles ഉണ്ട്. യെസ്, ഒരു പുതിയ തുടക്കം എന്ന രീതിക്ക്. യെസ്, പഴയത് ഇവിടെ ഇല്ലാതായി പോവാണ്. അതായത് മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ അതിലൊരു മാറ്റം വരാൻ പോവുകയാണ്, ഒരു ചേഞ്ച് വരികയാണ് ഇവിടെ. ആ ചേഞ്ച് നിങ്ങളുടെ മാറ്റത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജോലി, വേറെ ബെറ്റർ ജോലി നിങ്ങൾ നോക്കി മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ പറയാം. കരിയറിൻ്റെ കാര്യത്തിൽ ഒരു ഗ്രോത്ത് എനിക്ക് കാണുന്നുണ്ട്, പുതിയ തുടക്കങ്ങൾ ലൈഫിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലായാലും ഫാമിലിയിലായാലും എവിടെയായാലും എനിക്ക് കുറച്ചുകൂടി നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഓഫർ വരും. അതായത് റിലേഷൻഷിപ്സിലാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അതേപോലെ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിൽക്കും നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ പേഴ്സൺ ആയാലും ഫാമിലിയിലായാലും ആരായാലും. ഓക്കെ, കുറച്ചുകൂടി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, റെസ്പെക്റ്റ് കിട്ടും നിങ്ങൾക്ക് ഒരു പുതിയ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം. പക്ഷെ ആ മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്താൽ മാത്രമേ യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തരും എന്നാണ് കാണുന്നത്. ഓക്കെ, ഞാൻ അഡ്വൈസ് കാർഡ്സ് ഗണേശാണ് വെച്ചെന്ന് നോക്കാം. നല്ല മെസ്സേജ്, പോസിറ്റീവ് മെസ്സേജ്, വെരി ഗുഡ്. ആക്ച്വലി നിങ്ങൾ കുറേയൊക്കെ മാറി തുടങ്ങാം. നിങ്ങളുടെ ഒരു എന്താ പറയുക സ്ട്രെങ്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, വേണ്ടവിടെ നമ്മൾ തന്നെ നിന്നില്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, സ്പിരിച്വൽ ക്വസ്റ്റ്. ഓക്കെ, ഗുഡ്. ഹീലിംഗ്, ഡ്രൈവ്. ഓക്കെ, അത് ചില മാറ്റങ്ങളുടെ കാര്യം കാണുന്നുണ്ട്. റെവലേഷൻ, ജോയ്. ഓക്കെ, ഇവിടെ ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സ്പിരിച്വൽ ക്വസ്റ്റ് എന്ന് കാണുന്നത് മേ ബി നിങ്ങൾ കുറച്ചൊരു സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ ആയിരിക്കാം ഇപ്പോൾ കൂടുതലും. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഇന്നലെയും പറഞ്ഞു ഞാൻ, നിങ്ങളൊരല്പം മെഡിറ്റേഷൻ, പ്രാർത്ഥന കാര്യങ്ങൾ, കുറേയൊക്കെ ദൈവത്തിൽ വിശ്വാസം കൂടുതൽ വരിക, അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റർ. നിങ്ങളുടെ മനസ്സിൽ ഒരു ദൈവത്തിനോടുള്ള, യൂണിവേഴ്സിനോടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എല്ലാം നല്ലതിനാണ്, അല്ലെങ്കിൽ എന്ത് വന്നാലും നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലതേ നമുക്ക് വേണ്ടി യൂണിവേഴ്സ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം, ട്രസ്റ്റ്, അത് തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ജേർണി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾ ഐ തിങ്ക് ആയിരിക്കാം നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നു എന്നാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഡ്രൈവ് എന്ന് കാണുന്നുണ്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ കാർഡ് കണ്ടു. നിങ്ങളുടെ ലൈഫിൽ ചില ഒന്നുമില്ലെങ്കിൽ മാറ്റങ്ങളായിരിക്കാം, എന്തെങ്കിലും സ്ഥലം മാറ്റം, അങ്ങനത്തെ ജോലി മാറ്റം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ യാത്ര എന്നെടുത്തോളൂ, നിങ്ങളുടെ ലൈഫ് ജേർണി എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകാൻ ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്ന രീതിക്ക് പറയാം. റെവലേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഐ തിങ്ക് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കും. ഓക്കെ, അതാണ് നിങ്ങൾ ട്രൂത്ത്സ് ചിലത് മനസ്സിലാക്കും. നിങ്ങൾ ആ കാര്യം, അതായത് ക്വീൻ ഓഫ് സോർട്സ് അങ്ങനെയാണ്, വളരെ ട്രൂത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്നും പറയാം. ഓക്കെ, അതായത് വളരെ സ്ട്രേറ്റ് ഫോർവേഡുമാണ്, തെറ്റ് കണ്ടാൽ സഹിക്കൂല. അറ്റ് ദ സെയിം ടൈം അവരും ഒരു ട്രൂത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു റെവലേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണ് വെട്ടിമാറ്റേണ്ടത്, എന്താണ് വിട്ടുകളയേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ശരിയാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ അതിന് ശേഷം നിങ്ങൾക്ക് ജോയ് ആണ് വരുന്നത്, സന്തോഷം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ തിരുത്താനുള്ളത് നിങ്ങൾ തിരുത്തുമ്പോൾ, നിങ്ങൾ തിരുത്താം മീൻസ് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ നിങ്ങൾ എന്തിലാണോ സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷൻ്റെ മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ പവർ തിരിച്ചറിയാം. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഡോണ്ട് സെറ്റിൽ ഫോർ ബ്രെഡ് ക്രംസ് എന്ന് പറയും. അതാണ് ആക്ച്വലി സെൻറ്റൻസ്. അതായത് നിങ്ങൾ അർഹിക്കുന്നതിലും കുറവ് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവരുത് എന്ന രീതിക്കാണ്.
ഓക്കെ, ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് നിന്ന് അതെടുത്തോളൂ. നിങ്ങൾ അർഹിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. സ്നേഹമായാലും പണമായാലും ഫൈനാൻഷ്യൽ കാര്യങ്ങളായാലും വീട്ടിലുള്ള റെസ്പെക്റ്റ് ആയാലും എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് അവനവനോട് പറയാം. ഞാൻ അർഹിക്കുന്നുണ്ട്, ഞാൻ റെഡിയാണ് സ്വീകരിക്കാൻ എന്ന് പറയാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.